Hi friends, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമർ പ്രിൻസിപ്പിൾ ആണ്. ഒരൊറ്റ വാക്കിൽ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഒരൊറ്റ വാക്കിൽ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ഇൻ സിംഗിൾ വേർഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ നമ്മൾ കൺസ്ട്രക്ഷനിൽ പ്രൈമറി വൈൻഡിങ്, കോർ, സെക്കൻഡറി വൈൻഡിങ് ഉണ്ടായിരുന്നു. പ്രൈമറി വൈൻഡിങ്ങിന് നമ്മൾ സോഴ്സ് അപ്ലൈ ചെയ്തു. സോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഇൻഡക്ഷൻ കൊണ്ട് സെക്കൻഡറിയിൽ ഇതാവുന്നു. ദാറ്റ്സ് എ വൺ വേർഡ് പ്രിൻസിപ്പിൾ. എന്താണ് ആക്ച്വലി പ്രൈമറിയിൽ സോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇതിനകത്ത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ആരൊക്കെ, വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്, ഈ ട്രാൻസ്ഫോമറിന് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേരിയേഷൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാകുക, ആ ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള കൺസെപ്റ്റുള്ള ട്രാൻസ്ഫോമർ. പ്രാക്ടിക്കലി ഉള്ള കൺസെപ്റ്റ് അല്ല. ഇറ്റ്സ് എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ മീൻസ് ദർ ഇസ് നോ ഓമിക് റെസിസ്റ്റൻസ്. ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിന് ഓമിക് റെസിസ്റ്റൻസ് ഇല്ല. ഇറ്റ്സ് പ്യോർലി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. ഇൻഡക്റ്റീവ് നേച്ചേഴ്സ് മാത്രമുള്ള വൈൻഡിങ് ആണ് പ്രൈമറിയും സെക്കൻഡറിയും. ദർ ഇസ് നോ ഓമിക് റെസിസ്റ്റൻസ് ഇൻ ദ വൈൻഡിങ്. സെക്കൻഡ് വൺ, ദർ ഇസ് നോ മാഗ്നറ്റിക് ലീക്കേജ്. മാഗ്നറ്റിക് ലീക്കേജും ഓമിക് റെസിസ്റ്റൻസും ഇല്ലാത്ത വൈൻഡിങ് ആണ് അല്ലെങ്കിൽ ഇല്ലാത്ത കൺസ്ട്രക്ഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ദ ട്രാൻസ്ഫോമർ ഈസ് കോൾഡ് ഐഡിയൽ ട്രാൻസ്ഫോമർ. അപ്പോൾ ഞാൻ ആ ട്രാൻസ്ഫോമറിന്റെ കോർ വരച്ചു കഴിഞ്ഞാൽ കോറ്, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്ത പേജിൽ വരയ്ക്കാം. പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്. ദെൻ ഈ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് ഒരു വോൾട്ടേജ്, സോഴ്സ് വോൾട്ടേജ് V1 അപ്ലൈ ചെയ്യുന്നു. സോഴ്സ് വോൾട്ടേജ് V1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രൈമറി വൈൻഡിങ്ങിനകത്ത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. I എന്ന് പറയുന്ന കറണ്ട് ആ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഈ കറണ്ട് എന്ന് പറയുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് നേച്ചറുള്ള കോയിലിൽ കൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, വൈൻഡിങ്ങിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ദിസ് കറണ്ട് ലാഗ്സ് 90 ഡിഗ്രി ബൈ V1. V1ന് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്നത്. സോ ഞാൻ ആ വാല്യൂ V1 റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് I. 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും കറണ്ട് ഉണ്ടാവുക. ദെൻ ഈ ഒരു കറണ്ട് ഇനി എന്തിനാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോറിലാണ് നമ്മുടെ ഈ വൈൻഡിങ് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കറണ്ട് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് കോറിനകത്ത് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഫ്ലക്സ് റെപ്രസെന്റ് ആസ് ഫൈ. അല്ലെങ്കിൽ ഈ കോറിനെ മാഗ്നറ്റൈസ് ചെയ്തു. അപ്പൊ ഈ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ ആ കറണ്ടിനെ ഞാൻ IM എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. മാഗ്നറ്റൈസിങ് കറണ്ട് IM. ഈ മാഗ്നറ്റൈസിങ് കറണ്ട് IM പ്രൈമറിയിലൂടെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഒരു കോറിനകത്ത് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഫ്ലക്സ് ഈസ് റെപ്രസെന്റഡ് ആസ് ഫൈ ഇൻ ഫേസ് വിത്ത് ദ കറണ്ട്. ദെൻ ഈ ഒരു ഫ്ലക്സിൽ, ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിലാണ് നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങും ഉള്ളത്, സെക്കൻഡറി വൈൻഡിങ്ങും ഉള്ളത്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് പ്രൈമറി വൈൻഡിങ്ങിലും അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിലും ഓരോ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E1 ഉം സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E2 ആണ്. ദിസ് ഈസ് ഓൾവേസ് ഓപ്പോസ് ദ സോഴ്സ് വോൾട്ടേജ് V1. അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, ഈ V1 ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും E1 ഉം E2 ഉണ്ടാവും. സോ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന, പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E1 ദാറ്റ്സ് ഈക്വൽ ടു V1 ആൻഡ് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E2 ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അതിനകത്ത് പ്രൈമറി വൈൻഡിങ്ങിൽ എത്ര ടേൺസ് ഉണ്ട്, അതേപോലെ സെക്കൻഡറി വൈൻഡിങ്ങിൽ എത്ര ടേൺസ് ഉണ്ട്, അതനുസരിച്ചായിരിക്കും, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും E1 ഉം E2 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. V1 എന്ന് പറയുന്നത് E1 ഈക്വൽ ആവാനുള്ള കാരണം V1 നമ്മൾ സോഴ്സിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. സോ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E1 ദാറ്റ്സ് ഓൾവേസ് ഈക്വൽ.
So E1 equal to V1 and E2 is equal to, or E2 is proportional to number of windings in the secondary. So this is the concept when we apply source in the primary. So ഈ primary source apply ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കുക. ഇനി ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു കറണ്ട് IM എന്ന് പറയുന്ന കറണ്ടിന് മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ ഞാൻ സോഴ്സ് അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. സോ ഇവിടെ പ്രൈമറിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട് ഞാൻ I0 എന്ന് പറയും. ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ പ്രൈമറി I0. ട്രാൻസ്ഫോമറിനകത്ത് ലോഡൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നില്ല, ട്രാൻസ്ഫോമറിനെ ലോഡ് ചെയ്യുന്നില്ല. ദെൻ ആ സമയത്ത് പ്രൈമറിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I0. I0 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ IM മാത്രമല്ല, രണ്ട് കമ്പോണന്റ് ആണ് നോ ലോഡ് കണ്ടീഷനിലുള്ളത്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് IM. ദെൻ IM is equal to I0 sin theta. സിമിലർലി ഈ പറയുന്ന നോ ലോഡ് കറണ്ട് I0 ആണ് നോ ലോഡ് കറണ്ട്. ഈ I0ക്ക് ഒരു ഫംഗ്ഷൻ പറഞ്ഞു മാഗ്നറ്റൈസേഷൻ ആണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ കോർ ലോസിന്റെ കമ്പോണന്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ് കമ്പോണന്റ് ടു അക്കൗണ്ട് ഹിസ്റ്ററിസിസ് ലോസ് അല്ലെങ്കിൽ അതുപോലെ എഡി കറന്റ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസസിന്റെയും എഡി കറന്റ് ലോസസിന്റെയും റീസൺ നോ ലോഡ് കറണ്ടിന്റെ ഒരു കമ്പോണന്റ് ആണ്. സോ ആ ഒരു കമ്പോണന്റിനെ IC എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ that component is equal to I0 cos theta. So magnetizing componentന്റെയും അതുപോലെ തന്നെ ഹിസ്റ്ററിസിസ് ലോസ് കമ്പോണന്റിന്റെയും, ഹിസ്റ്ററിസിസ് പ്ലസ് എഡി കറന്റ് ലോസ്, ജനറലി നമുക്ക് അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയാം. കോർ ലോസ് കമ്പോണന്റിന്റെയും കറണ്ടിന് സമ്മാണ് ടോട്ടൽ നോ ലോഡ് കറണ്ട് I0 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഫേസർ ഡയഗ്രം നോക്കുക. ഫേസർ ഡയഗ്രത്തിനകത്ത് IM നമ്മൾ ഓൾറെഡി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. IC എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഇത് രണ്ടിന്റെയും വെക്ടർ സം ആണ് നമ്മുടെ ടോട്ടൽ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്ന I0. സോ ദിസ് ഇസ് ദ നോ ലോഡ് കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ. ഇതാണ് ട്രാൻസ്ഫോമറിന് നോ ലോഡ് കണ്ടീഷനിൽ നടക്കുന്നത്. ഒരു കാര്യം കൂടി, ഇവിടെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF പറഞ്ഞിരുന്നു E2 E1. E2 is equal to number of turns in secondary into EMF per turn. അതേപോലെ E1 is equal to number of turns in primary into EMF per turn. ഇത് രണ്ടിനെയും ഞാൻ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ E2 by E1 is equal to N2 into EMF per turn divided by N1 into EMF per turn, or E2 by E1 is equal to N2 by N1. This ratio is called the voltage transformation ratio of a transformer, represented as K. E2 by E1 is equal to N2 by N1 is equal to K is represented as transformer voltage transformation ratio, voltage transformation ratio K. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. If N2 is greater than N1, if N2 is greater than N1, the value of K is always greater than 1. That type of transformer are called step up transformer. Similarly, N2 is less than N1 means our transformation ratio is less than 1. That type of transformers are called a step down transformer. ഇതാണ് രണ്ട് ടൈപ്പ്. വേറൊരു ടൈപ്പിൽ ട്രാൻസ്ഫോമർ നമ്മൾ കൺസ്ട്രക്ഷൻ ബേസിൽ കോർ ടൈപ്പ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉള്ളതുപോലെ ആസ് പെർ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് അപ്പ് transformer. If number of turns are equal, that type of transformer is called isolation transformer. Then ഇതാണ് ട്രാൻസ്ഫോമറിന്റെ നോ ലോഡ് കണ്ടീഷനിലുള്ള മൊത്തം കാര്യങ്ങൾ. ഇനി ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യാം. ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ലോഡിലും നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ് വരും. ട്രാൻസ്ഫോമറിൽ ലോഡ് ചെയ്തു. ഈ ട്രാൻസ്ഫോമറിനെ ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം നമ്മൾ വോൾട്ടേജ് സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ സെക്കൻഡറിയിൽ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ഉണ്ടാവും. വിഡ്രോ ചെയ്യുന്ന കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോ
കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ലെൻസ് ലോ പ്രകാരം ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെയുള്ള ഫ്ലക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് കാരണം നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യും. ഫ്ലക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള EMFും റെഡ്യൂസ് ചെയ്യും, പ്രൈമറി EMFും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രൈമറി EMF റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി പ്രൈമറി EMF നമ്മുടെ അപ്ലൈ ചെയ്ത വോൾട്ടേജും ഈക്വൽ ആയിരുന്നു, E1 = V1 ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരും. V1നും E1നും ഇടയിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരും. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ പ്രൈമറി കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണമാവും. ആ പുതിയ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള കറണ്ട്, പ്രൈമറി കറണ്ട് I0 ഇൻക്രീസ് ചെയ്യും, അത് അവിടെ ബാലൻസ് ചെയ്യും. ഇത് വളരെ ഫാസ്റ്റ് മൊമെന്റലി പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ്. പ്രൈമറിയിൽ കറണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് വൈദ്യുതി വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലക്സിൽ ഒരു ഡീമാഗ്നറ്റൈസേഷൻ എഫക്ട് വരും അക്കോർഡിംഗ് ടു ലെൻസ് ലോ. അപ്പോൾ ലെൻസ് ലോ പ്രകാരം ഇവിടെ നിന്ന് ഈ ഡീമാഗ്നറ്റൈസേഷൻ എഫക്ട് കാരണം നമ്മുടെ ഈ ഫ്ലക്സിന്റെ വാല്യൂ കുറയും. ഫ്ലക്സിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMFും കുറയും. പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സപ്ലൈ വോൾട്ടേജ് ഓർ പ്രൈമറി വോൾട്ടേജ് V1 ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF E1. അപ്പോൾ ഈ V1ഉം E1ലുള്ള ഡിഫറൻസ് കാരണം, ആ ഒരു സപ്ലൈ വോൾട്ടേജ് ഡിഫറൻസ് കാരണം നമ്മുടെ പ്രൈമറി കറണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. വിച്ച് മീൻ സെക്കൻഡറി കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും നമ്മുടെ പ്രൈമറിയിൽ ഫ്ലോ ചെയ്യുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സെക്കൻഡറി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ലോഡ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ റിലേഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ലോഡ് കണ്ടീഷൻ primary ampere turn is approximately equal to secondary ampere turn. Primary ampere turn എന്ന് പറയുന്നത് primary number of turns N1, primary current I1 is approximately equal to secondary current N2 secondary number of turns N2 and secondary current I2. So that I1 by I2 is proportional to N2 by N1 or which is proportional to V2 by V1. ഇനി ഇതിനെ നമുക്ക് ട്രാൻസ്ഫോമർ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് P ഇൻപുട്ട് is equal to P ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആണ്. So I can write as the relation as V1 I1 is equal to V2 I2. Input power is equal to output power. So V2 by V1 is equal to I1 by I2, that's equal to E2 by E1, that's equal to N2 by N1, which is the transformation ratio K. Clear? Then that's all about transformation on no load and load condition. Load condition സംഭവിക്കുന്നത്. അടുത്തത് the EMF equation of a transformer. EMF equation. EMF equation of a transformer എന്ന് പറയുന്നത് E is equal to average EMF E is equal to N into d phi by dt, change in flux divided by change in time. Change in flux എന്ന് പറയുന്നത് 2 phi m from maximum 0 to maximum, maximum to negative maximum, then back to 0. There is one cycle. So n into 2 phi m ഗ്രാഫിക്കലി വരച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ phi m. സോ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് 2 phi m എന്ന് വരും. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/2f ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി 1/2f. ഈ റിലേഷൻ ഞാൻ എഴുതി കഴിഞ്ഞാൽ E is equal to n into 4 into f into phi m, or E is equal to 4f n phi m. But in alternating current, RMS value is equal to 1.11 times the average value.
ഇത് നമ്മൾ ആവറേജ് EMF ആണ് എടുത്തത്. ICയുടെ കേസിൽ നമ്മൾ RMS വാല്യൂ ആണ് പറയേണ്ടത്. സോ RMS വാല്യൂ is equal to 1.11 times average value. So E is equal to 4.44 FN5M. This is the EMFification of a transformer. നമ്മൾ പ്രൈമറിയിലെ ബേസിലാണ് പറയുന്നതെങ്കിൽ I can write it as E1 is equal to 4.44 FN1/5M. Similarly, E2 is equal to 4.44 FN2/5M. This is the EMFification of a transformer. Right? Thank you.